അസം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഇന്ത്യ സഖ്യ പാർട്ടി ജെഎംഎം. കോൺഗ്രസുമായുള്ള ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ജാർഖണ്ഡ് മുക്തി മോർച്ച 21 സ്ഥാനാർത്ഥികളെ അവസാന നിമിഷം പ്രഖ്യാപിച്ചത്. പ്രാദേശിക സംഘടനയായ ജയ് ഭാരത് പാർട്ടി ജെഎംഎമ്മിനെ പിന്തുണയ്ക്കും. റഷീദ് തുടരുന്നുണ്ട്. റഷീദ്, അങ്ങനെ ജെഎംഎം ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്നു. എന്തുകൊണ്ട് ഇത്തവണ ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞത്? ചർച്ചകളൊന്നും ഒരു സമവായത്തിലെത്താൻ സാധിച്ചില്ലേ? നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ ഇന്ത്യ സഖ്യം ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നുള്ളൊരു തീരുമാനം ജെഎംഎമ്മിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് അതിലൊരു തീരുമാനമെടുക്കാതെ വന്നതോടുകൂടിയാണ് അന്തിമ ഘട്ടത്തിൽ, അതായത് അവസാന ഘട്ടത്തിൽ 21 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ജെഎംഎം രംഗത്തെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം 21 സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവിധ മണ്ഡലങ്ങളിൽ ഒത്തുതീർപ്പ് ആകാത്ത ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു സമവായത്തിലേക്ക് എത്താൻ കോൺഗ്രസിനും ജെഎംഎമ്മിനും കഴിയാതെ പോയത്. ജെഎംഎമ്മിന്റെ പല മണ്ഡലങ്ങളിലേക്കും സ്ഥാനാർത്ഥികളെ അനുവദിക്കാൻ കോൺഗ്രസ് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ജെഎംഎമ്മിന്റെ വിവിധ നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും മറ്റു പാർട്ടികളുടെ അടക്കം, പ്രാദേശിക പാർട്ടികളുടെ അടക്കം പിന്തുണ തേടിക്കൊണ്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ജെഎംഎം നേരിടുക എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഘട്ടത്തിൽ ഈ തേയില മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെയൊക്കെ തന്നെയും വോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ വോട്ട് ബാങ്ക് നേടാം എന്നുള്ളതാണ് ഇപ്പോൾ ജെഎംഎം കണക്ക് കൂട്ടുന്നത്. അതേസമയം അസമിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നലെയായിരുന്നു. ഇന്ന് അതിന്റെ സൂക്ഷ്മ പരിശോധനയാണ് നടക്കുന്നത്. 4025 നാമനിർദ്ദേശ പത്രികകൾ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. അതോടൊപ്പം മറ്റന്നാൾ വ്യാഴാഴ്ചയോടുകൂടി ഈ നിലവിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനോടകം തന്നെ എല്ലാ പാർട്ടികളും, പ്രത്യേകിച്ചും ബിജെപിയും കോൺഗ്രസും പ്രചാരണ രംഗത്ത് സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ബലക്പുരി മണ്ഡലത്തിൽ നിന്നുകൊണ്ട് നിലവിലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും അതോടൊപ്പം ഗൗരവ് ഗൊഗോയ് അടക്കമുള്ള നേതാക്കൾ പ്രചാരണം ശക്തമാക്കി മുന്നോട്ട് പോവുകയാണ്. വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കൾ, എൻഡിഎയുടെ വിവിധ നേതാക്കൾ പ്രചരണത്തിന് എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ ബിജെപി അറിയിച്ചിരിക്കുന്നത്.